Hi dear learners, I am Shahida. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ BA ഹിന്ദി ഫസ്റ്റ് സെമ്മിലെ ഹിന്ദി സാഹിത്യ का ഇതിഹാസ് ആദികാൽ സെ രീതികാൽ തക് എന്ന ലേണിംഗ് മെറ്റീരിയൽസിലെ പാഠഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സെക്കൻഡ് ബ്ലോക്കാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ്. ഈ സെക്കൻഡ് ബ്ലോക്കിൽ നമ്മൾ വീരഗാഥ കാൽക്ക് സാഹിത്യക്ക് പ്രമുഖ വിശേഷതകളാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ മൂന്നാമത്തെ യൂണിറ്റിൽ എന്താണ് പറയുന്നത് നോക്കാം. ഇതിൽ പറയുന്നത് വീരഗാഥ കാൽക്കെ അന്യകവി. നമ്മൾ കുറച്ച് കവികളെ കുറിച്ചൊക്കെ പഠിച്ചു. ഇനി ബാക്കി കുറച്ച് കവികളും കൂടിയുണ്ട്. അവരെ കുറിച്ച് അന്യ കവികളെ കുറിച്ചാണ് ഈ മൂന്നാമത്തെ യൂണിറ്റിൽ. ഈ മൂന്നാമത്തെ യൂണിറ്റിലൂടെ ഈ ബ്ലോക്ക് തീരാണ് ഈ ബ്ലോക്കിൽ പറയുന്നത്. ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് वीरगाथा काल के अन्य प्रमुख कवियों का परिचय प्राप्त होता है. വീരഗാഥ കാലത്തിലെ മറ്റ് അന്യ പ്രമുഖ കവികളെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുന്നു. വീരഗാഥ സാഹിത്യമേ പ്രമുഖ കവിയോं का योगदान समझता है. വീരഗാഥ സാഹിത്യത്തിലെ പ്രമുഖ കവികളുടെ അവരുടെ യോഗ്യത, അവരെന്തൊക്കെയാണ് നമ്മൾ ഈ സാഹിത്യത്തിന് വേണ്ടി കൊടുത്തത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ അവരുടെ സംഭാവനകൾ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. വീരഗാഥ സാഹിത്യക്ക് കാവ്യാഗത വിശേഷത സമയത്ത് വീരഗാഥ സാഹിത്യത്തിന്റെ കാവ്യവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ മനസ്സിലാക്കുന്നു. पूर्वापेक्ष आदिकाल में वीर काव्यों के अतिरिक्त कुछ और काव्य कृतियां भी उपलब्ध है. ആദ്യകാലത്തിലെ വീരരസത്തിലുള്ള രചനകൾ മാത്രമല്ലാതെ മറ്റു ചില കൃതികളും കൂടി ഉണ്ടായിരുന്നു. उनको धार्मिक काव्य कहकर साहित्य की मुख्य धारा से बाहर रखा है. ഇതിനെ ധാർമ്മിക മതപരമായ ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യകാലത്തിന്റെ സാഹിത്യത്തിന്റെ ആ മേഖലയിൽ നിന്ന് ഇതിനെ പുറത്തേക്ക് വെച്ചു. അതിനെ ഉൾപ്പെടുത്തിയില്ല, അതിനെ മാറ്റി നിർത്തി. വീരഗാഥ काल की सभी रचनाओं हिंदी साहित्य के विकास के आधारभूमि तैयार कर. ഈ വീരഗാഥ കാലിലുള്ള എല്ലാ രചനകളും നമ്മുടെ ഹിന്ദി സാഹിത്യത്തിന്റെ വികാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആധാരമാണ്. എല്ലാതും നമ്മുടെ ഒരു അടിത്തറയാണ്. ഇതിലുള്ള എല്ലാ സാഹിത്യ കൃതികളും നമ്മുടെ ഈ ഹിന്ദി സാഹിത്യത്തിന്റെ വികാസത്തിനുള്ള അടിത്തറയാണ് വീരഗാഥ കാലം നമുക്ക് നൽകിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട പോയിന്റ്സ് വീർ ഔർ ശൃംഗാർ രസ്. അത് നമുക്ക് ഓൾറെഡി അറിയാം. ഈ വീരഗാഥകാലിലെ പ്രധാനപ്പെട്ട രസങ്ങളാണ് വീരും ശൃംഗാരും. നെക്സ്റ്റ് യുദ്ധവർണ്ണൻ, അതും നമ്മൾ കണ്ടു കഴിഞ്ഞു. യുദ്ധവർണ്ണനയാണ് ഇതിലെ ഇമ്പോർട്ടൻറ്റ്. വീരഗാഥ കാൽ കാ സാഹിത്യ അനേക അമൂൽ രചനാവോ കാ സാഗർ ഹെ. വീരഗാഥ സാഹിത്യത്തിലെ രചനകൾ അമൂൽ രചനാവോ. വീരഗാഥ കാൽ എന്ന് പറയുന്നത് അമൂല്യമായ ധാരാളം രചനകളുടെ ഒരു സമുദ്രമാണ് എന്നാണ് പറയുന്നത്. ഇतना സമൃദ്ധ സാഹിത്യ കിസി ഭി ദൂസരി ഭാഷ കാ നഹീ ഹൈ. ഇത്രയും സമൃദ്ധമായ ഒരു സാഹിത്യം മറ്റേതൊരു ഭാഷയിലും നമുക്ക് കാണാൻ കഴിയില്ല. और ना ही किसी अन्य भाषा की परंपरा का साहित्य एवं रचनाएं अविचित्र प्रवाह के रूप में इतना दीर्घकाल तक रहने पाए. മറ്റു ഭാഷകളിൽ എവിടെയും ഇങ്ങനെയുള്ളൊരു പരമ്പര, ഹിന്ദി സാഹിത്യത്തിലെ കുറെ സമൃദ്ധമായ രചനകളുള്ള ഒരു പരമ്പര മറ്റ് ഏതൊരു കാലത്തും നമ്മൾ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് ഭാഷകളിലും. വീരഗാഥ കാലത്തെ മുഖ്യ രചന ഏവം രചനാക്കാർ. വീരഗാഥ കാലത്തിലുള്ള മറ്റു ചില പ്രമുഖ രചനകളും അവരുടെ രചനാകാരന്മാരും. സ്വയംഭൂ. സ്വയംഭൂവിൻ്റെയാണ് പൗമചര്യം. നാദ്, സിദ്ധ്, ജൈൻ എന്ന് പറഞ്ഞിട്ട് 3 വിഭാഗങ്ങളുണ്ട് ഈ ആദ്യകാലത്തിൽ. അതിനെ രാമചന്ദ്ര ശുക്ലൊന്നും ആദ്യകാലത്തിൻ്റെ രചനകളായിട്ട് ഉൾപ്പെടുത്തിയില്ല. ഇതിൽ സ്വയംഭൂ, സർഹപ്പ എന്നൊക്കെ പറഞ്ഞ സിദ്ധന്മാരാണ്. സ്വയംഭൂ നാഥന്മാർ ജൈനന്മാരാണ്. അങ്ങനെ ഒരുപാട് വിഭാഗത്തിൽപ്പെട്ട അവരുടെ കൃതികളെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്വയംഭൂവിൻ്റെയാണ് പൗമചര്യവും റിട്ടോണമി ചര്യവും. അടുത്തത് സർഹപ്പ. സർഹപ്പയാണ് ഹിന്ദി സാഹിത്യത്തിലെ ആദ്യത്തെ രചയിതാവ് എന്നൊക്കെ പറയപ്പെടുന്ന സാഹിത്യകാരൻ എന്ന് പറയുന്ന ആള് സർഹപ്പയാണ്. ദോഹാഘോഷാണ് അദ്ദേഹത്തിന്റെ കൃതി. സബരപ്പയുടെയാണ് ചര്യാപത്.
കൺഹപ്പയുടെയാണ് കൺഹപ്പ, ഗീതിക, ദോഹ, കോഷ് എന്നൊക്കെ പറയുന്നത്. കോരഖ്നാഥിലിരുന്നു, കോരഖ്നാഥ് എന്ന് പറഞ്ഞാൽ നാദസമ്പ്രദായത്തിൽപ്പെട്ട ആളാണ് കോരഖ്നാഥ്. സബദി, പദപ്രാണ സംഗലി, ശിഷ്യദാസൻ ഇതൊക്കെ അദ്ദേഹത്തിന്റെ രചനകളാണ്. ചന്ദബർദായിയുടെയാണ് പൃഥ്വിരാജ് രാസോ. ശുക്ല के अनुसार हिंदी का प्रबंध പ്രഥമ മഹാകാവ്യം. ശുക്ലജിയുടെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ പ്രഥമ മഹാകാവ്യമാണ്. വീണ്ടും വീണ്ടും റിപ്പീറ്റേഷൻ നമുക്ക് ഓരോ പാഠം വായിക്കുമ്പോഴും നമ്മുടെ മനസ്സിലങ്ങോട്ട് ഉറയ്ക്കും. വൺ വീഡിയോ വയ്ക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അത് മറക്കില്ല. ഷാരംഗധറിന്റെ ഹമ്മീർ രാസോ, ദളപതി വിജയുടെ ഘുമ്മാൻ രാസോ, ജഗനികിന്റെ പരമാൽ രാസോ, നല്ലസിംഗ് ഭട്ടിന്റെ വിജയപാൽ രാസോ, നരപതി നാലഹിന്റെ ബീസൽദേവ് രാസോ, അബ്ദുൾ റഹ്മാന്റെ സന്ദേശ് രാസക്, അഖ്യാദ് എന്ന് പറഞ്ഞാൽ അത് ആരാന്ന് നമുക്ക് അറിയില്ല. മുഞ്ചുരാസ്, അഖ്യാദ് എന്ന് പറഞ്ഞ വ്യക്തിയല്ല കേട്ടോ. മുഞ്ചുരാസം ആരാ എഴുതിയെന്ന് അറിയാത്തത് കൊണ്ടാണ് അഖ്യാദ് എന്ന് പറയാം. അതുപോലെ അഖ്യാദിന്റെ മുഞ്ചുരാസം എന്ന് പറയാൻ പാടില്ല. അടുത്ത ദേവസേന, ദേവസേനയുടെ ശ്രാവകാച്ചാർ, ജിനദത്ത് സൂരിയുടെ ഉപദേശ് രസായൻ രാസ്, ആസുഖ കവിയുടെ ചന്ദൻ ബാല രാസ്, ജിനധർമ്മ സൂരിയുടെ സ്ഥൂലി ഭദ്രരാസ്, ഷാലി ഭദ്ര സൂരിയുടെ ഭാരതേശ്വർ ബാഹുബലി രാസ്, വിജയ് സേന്റെ രേവന്ത് ഗിരിരാസ്, സുമതി ഗുണിയുടെ നേമി ദാദ് രാസ്, ഹേമചന്ദ്രന്റെ സിദ്ധ് ഹേമചന്ദ്ര ശബ്ദാനുശാസൻ, വിദ്യാപതിയുടെ പദാവലി, കീർത്തിലത, കീർത്തി പതാക ഇതെല്ലാം. പിന്നെ കല്ലോൽ കവിയുടെ ഢോല മാരൂര ദൂഹ, മധുകർ കവിയുടെ ജയചന്ദ്രിക, ഭട്കർ കവിയുടെ ജയചന്ദ്ര പ്രകാശ്. മറ്റു രചനകളാണ് രാസോ നാമക്ക് അന്യരചന. മറ്റ് നമ്മൾ ഇപ്പോൾ കണ്ട രാസോ കൃതികളല്ലാണ്ട് പ്രമുഖമല്ലാതെ ബാക്കി നമ്മൾ പ്രമുഖമായ കൃതികളൊക്കെ ഡിസ്കസ് ചെയ്ത് പോകുന്നു. കുറച്ചും കൂടി കൃതികൾ. കലിയുഗ രാസോ ആരുടെയാണ്? രസിക ഗോവിന്ദന്റെയാണ് കലിയുഗ രാസോ. കായം ഖാൻ രാസോ ആരുടെയാണ്? ന്യാമത്ത് ഖാൻ ജാൻ കവി. അടുത്ത് രാം രാസോ സമയസുന്ദറിന്റെയാണ് അത്. റാണ രാസോ ദയാറാമിന്റെയാണ്. ഈ ദയാറാമിനെ ദയാൽ കവി എന്നും പറയുന്നുണ്ട്. രത്തൻ രാസോ കുംഭകർണന്റെയാണ് രത്തൻ രാസോ. കുമാർപാൽ രാസോ ദേവപ്രഭയുടെയാണ് കുമാർപാൽ രാസോ. वीरगाथाकार की रचनाएं और रचनाकार उनके कालक्रम की दृष्टि से बहुत महत्वपूर्ण है. വീരകാലക്കാലത്തെ രചനകളും രചനാക്കാരും അതിന്റെ കാലക്രമത്തിന്റെ ദൃഷ്ടിയിൽ മഹത്വപൂർണ്ണമാണ്. ഹിന്ദി സാഹിത്യ के आदिकाल से वज्रायनी सिद्ध कापालिक आदि देश के पूर्वी भागों में और नाथबंद जोगी पश्चिमी भागों में रत्नते चले आ रहे थे. ഹിന്ദി സാഹിത്യത്തിന്റെ ആദികാലത്തിലെ വജ്രായനി എന്നൊക്കെ പറഞ്ഞ സിദ്ധന്മാരിൽപ്പെട്ട വജ്രായനി ശാഖ എന്ന് പറഞ്ഞ സിദ്ധ് സാഹിത്യത്തിൽപ്പെട്ടതാണ് കേട്ടോ. സിദ്ധ് കാപ്പാലിക് ആദി ദേശ് ഇവരൊക്കെ ഈ വജ്രായനി സിദ്ധ് കാപ്പാലിക് ദേശത്തിലുള്ള സിദ്ധ് സമ്പ്രദായം ഭാഗവുമേ നാദപന്ത്, പിന്നെ ഒരു വേറൊരു സമ്പ്രദായക്കാരൻ നാദപന്തുകൾ, പന്തുകൾ സന്യാസികൾ. ഇവരൊക്കെ പശ്ചിമി ഭാഗത്താണ് ഇവരുണ്ടായിരുന്നത്. ഇവരൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ സിദ്ധ്, നാദ്, ജൈൻ ഇവരൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു വിഭാഗം, മതപരമായിട്ടുള്ള രചനകൾ രചിക്കപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ് ഇവരൊക്കെ. അടുത്തത് ഇവരിൽ തന്നെ പ്രമുഖ ജൈന കവിയും കാണാം. ഇനി നമ്മൾ നോക്കുന്നത് സിദ്ധ്, നാഥ്, ജൈൻ അല്ലെ ജൈന കവികളെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്വയംഭുവാണ് ജൈന കവിയിൽ ഏറ്റവും പ്രഗത്ഭനായിട്ട് പറയപ്പെടുന്നത്. അപഭ്രംശിക വാൽമീകി എന്നാണ്. വാൽമീകിനെ നമുക്കറിയാം അല്ലെ, വാൽമീകിയുടെ രാമായണം എഴുതിയ വാൽമീകി. അപ്പൊ അപഭ്രംശിന്റെ വാൽമീകി എന്നാണ് ആര് പറയുന്നത്? സ്വയംഭുവിനെ പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രമുഖ രചനകളാണ് പൗമചരിയു, സ്വയംഭൂ ചന്ദ്, റിട്ടോണമി ചരിയു ഇതൊക്കെ. അടുത്ത പുഷ്പദത്തിന്റെയാണ്. അപഭ്രംശിക വ്യാസ് എന്നാണ് പുഷ്പദത്തിനെ പറയുന്നത്. 10वीं ശതാബ്ദിയിലാണ്. സ്വയംഭൂ 8वीं ശതാബ്ദിയിലാണ് കേട്ടോ. രചനായം മഹാപുരാണ്, ജസ്ഹർ ചരിയു, നായ്കുമാർ ചരിയു ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആരുടെ പുഷ്പദത്തിന്റെ പ്രധാന കൃതികൾ. നെക്സ്റ്റ് വൺ ധനപാലിന്റെ 10वीं ശതാബ്ദത്തിൽ ജീവിച്ച മറ്റൊരു എഴുത്തുകാരാണ് ധൻപാൽ. ധൻപാലിന്റെയാണ് ഭവസിയത്ത് കഹ എന്ന് പറയുന്ന രചന. ഇസ്കെ അതിരിക്ത് മുനീർ രാം സിംഗ് കൃത് പാഹുഡ് ദോഹ, ദേവസേൻ കൃത് സാവന്ത്യമ്മ ദോഹ, ജോയിന്ദു കൃത് പരമാത്മ പ്രകാശ് ഔർ യോഗസാഗർ. ഇതിനു കൂടാതെ മുനീർ രാംസിംഗിന്റെ പാഹുഡ് ദോഹ, ദേവസേൻ എഴുതിയ സാവന്ത്യധാമ ദോഹ, ജോയിന്ദു എഴുതിയ പരമാത്മ പ്രകാശ് ഒക്കെ മറ്റ് രചനകളാണ്. ആരുടെ? ഇത് ജൈന സാഹിത്യത്തിൽപ്പെട്ട രചനകൾ ആണ്. പ്രമുഖ സിദ്ധ കവിയോങ്കാരം. ഇനി അടുത്ത സിദ്ധന്മാരിൽപ്പെട്ട പ്രമുഖ കവികൾ ആരൊക്കെയാന്ന് നോക്കാം. സർഹപ്പിയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആള്.
ദോഹാഘോഷം, ചര്യാപദമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രചനകൾ. ലൂയിപ്പാണ്, സർഹപ്പയുടെ ശിഷ്യനാണ് കേട്ടോ ലൂയിപ്പയുടെയാണ്. പിന്നെ ശബരപ്പ, ഡൊമ്പിപ്പ, തന്ത്രിപ്പ ഇവരൊക്കെ ചര്യാഗീതകൾ എഴുതിയിട്ടുണ്ട്. सिद्ध कवियों की रचनाओं में काव्य की दृष्टि से 3 रूप मिलते हैं. ഈ സിദ്ധന്മാരുടെ രചനകളിൽ കാവ്യത്തിന്റെ ദൃഷ്ടിയിൽ 3 രൂപങ്ങളായിട്ടുണ്ടെന്നാണ് പറയുന്നത്. സാമ്പ്രദായിക സിദ്ധാന്തോമേംസെ രഹസ്യാത്മക സാഹിത്യം. ഈ പരമ്പരാഗതമായിട്ടുള്ള സിദ്ധാന്തങ്ങളെ വെച്ചിട്ടുള്ള രഹസ്യാത്മകമായിട്ടുള്ള കുറച്ച് രചനകൾ. അത് അവരുടെ ഈ സിദ്ധന്മാർക്ക് അവരുമായിട്ട് അനുകരിച്ച് പാരമ്പര്യമായിട്ട് അങ്ങനെ അനുസരിച്ച് അവർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ധാർമ്മിക ഗ്രന്ഥങ്ങളാണ് ആ വിഭാഗത്തിൽ പെടുന്നത്. ഉനിക്ക് യഹ് ഭാവന അധികാംശ ചര്യാഗീതവുമേ വ്യക്തവുയ. ഇവരൊക്കെ എഴുതിയ ചര്യാഗീതങ്ങളിലാണ് ഇവരുടെ ഈ സിദ്ധന്മാരുടെ സമ്പ്രദായങ്ങളെ കുറിച്ച് പറയുന്നത്. ഖണ്ഡൻ മണ്ഡൻ പ്രധാൻ ഉപദേശാത്മക സാഹിത്യം. ഖണ്ഡൻ മണ്ഡൻ തന്നെ ക്രിറ്റിസൈസ് ചെയ്യാന്നുള്ള അർത്ഥമാണ് ഖണ്ഡൻ മണ്ഡൻ ചെയ്യാന്ന് പറയുമ്പോൾ. അങ്ങനെ ഖണ്ഡൻ മണ്ഡൻ ചെയ്തിട്ടുള്ള ജനങ്ങൾക്ക് ഉപദേശം നൽകുന്ന തരത്തിലുള്ള ഒരു വിഭാഗം 3 തരത്തിലുള്ള രചനകളുണ്ടെന്നല്ലേ പറഞ്ഞത്. മൂന്നാമത്തെ ആചാർ തഥാ നീതി പ്രധാൻ സാഹിത്യം. നമ്മൾ ആചരിക്കേണ്ട ജനങ്ങൾ ആചരിക്കേണ്ട കാര്യങ്ങളെ പറയുന്ന നീതി പ്രധാനമായിട്ടുള്ള രചനകളാണ് മൂന്നാമത്. ജനങ്ങൾക്കുള്ള ഉപദേശങ്ങൾ, പിന്നെ ജനങ്ങൾ അനുസരിച്ച് പാലിക്കേണ്ട കാര്യങ്ങൾ പറയുന്ന മറ്റു ചില ഗ്രന്ഥങ്ങളും. ഇതൊക്കെയാണ് സിദ്ധന്മാരുടെ സാഹിത്യത്തിന്റെ പ്രത്യേകതകൾ. അടുത്താണ് നാഥ സാഹിത്യക്കെ പ്രമുഖ കവിയും. പിന്നെ മൂന്നാമത്തെ വിഭാഗമാണ് നാഥന്മാരുടെ ഈ സിദ്ധന്മാരെയും ജൈനന്മാരെയും നാഥന്മാരെയും ഒന്നും ശുക്ലജി ആദ്യകാലത്തിൽ ഉൾപ്പെടുത്തിയില്ല. ഇത് ആദ്യകാലത്തിന്റെ പുറത്തായിട്ട് നിർത്തി അവരെ ഒഴിവാക്കിയിട്ടാണ് അതിന് ശേഷമുള്ള കാലത്ത് സാഹിത്യ രൂപങ്ങളെ മാത്രമേ 1050 ശേഷമുള്ള 1050 മുമ്പുള്ള 8വീം 10വീം ശതാബ്ദത്തിന് മുമ്പുള്ള രചനകളാണ്. ഇതിനെയൊന്നും ശുക്ലജി ആദ്യകാലത്തിൽ കൂട്ടിയിട്ടില്ല. അതിനുശേഷമുള്ള രചനകൾ മാത്രമേ അദ്ദേഹം എടുത്തിട്ടുള്ളൂ. ഇനി മൂന്നാമത്തെ വിഭാഗമാണ് നാഥ സാഹിത്യത്തിലെ പ്രമുഖമായ രചനകൾ. ആദിനാഥ്, ആദ്യത്തെ നാഥ് എന്ന് പറയുന്നത് ശിവനെയാണ് ആദിനാഥ് എന്ന് പറയുന്നത്. പ്രമുഖ ശിശുക്കെ രൂപമേം മത്സ്യേന്ദ്രനാഥ് കാ നാമാത്താഹി. മത്സ്യേന്ദ്രനാഥ് പ്രമുഖമായ ഈ നാഥന്മാരിലെ പ്രമുഖമായ ശിഷ്യൻ എന്നറിയപ്പെടുന്ന ആളാണ് മത്സ്യേന്ദ്രനാഥ്. ഗോരക്ഷനാഥ് ഈ നാഥസമ്പ്രദായത്തിന്റെ പ്രവർത്തകൻ എന്നറിയപ്പെടുന്ന ആളാരാണ്? ഗോരഖ്നാഥാണ്. അദ്ദേഹത്തിന് ഒരുപാട് രചനകളുണ്ട്. ഈ നാഥസമ്പ്രദായത്തിനെ പുഷ്ടിപ്പെടുത്തിയ ഒരാളാണ് ഗോരഖ്നാഥ്. അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് ഗോരക്ഷനാഥ്. നാഥസാഹിത്യ വിശുദ്ധ രൂപത്തെ യോഗപരക് സാഹിത്യം. നാഥസാഹിത്യം വിശുദ്ധമായ രൂപത്തിലുള്ള യോഗപരക്, അതായത് ഒരു സന്യാസ ജീവിതം നയിക്കുന്ന തരത്തിലുള്ള ആളുകളുടെ വിശിഷ്ടമായ കുറെ രചനകളാണ് ഈ സാഹിത്യത്തിൽ ഉള്ളത്. നാഥകവിയോം കെ വാണിയോമേ കാവ്യ സൗന്ദര്യ അഭാവം. ഈ നാഥന്മാരുടെ കവിതകളിൽ എന്തില്ല? കാവ്യ സൗന്ദര്യം ഒന്നും അവരുടെ വാണി എന്ന് പറഞ്ഞാൽ അവർ വായ കൊണ്ട് പറയുന്ന ഇതാണ്. അതിലത് കാവ്യ സൗന്ദര്യം ഒന്നുമില്ല. ഉപദേശാത്മകമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവരങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. അതിൽ വലിയ കാവ്യാത്മകമായ ഭംഗിയൊന്നും അവരുടെ കാവ്യരചനകൾക്ക് ഇല്ല എന്നാണ് പറയുന്നത്. നാഥകവിയോമേ ഗുരുക്കോ അധിക മഹത്യായി. നാഥന്മാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ദൈവത്തിനല്ല, ദൈവത്തേക്കാൾ സ്ഥാനം കൊടുക്കുന്നവർ ആരെയാണ്? ഗുരുക്കന്മാർക്കാണ് അവർ കൂടുതൽ സ്ഥാനം കൊടുക്കുന്നത്. വീരഗാഥ കാൽമേ ഖണ്ഡകാവ്യ, गीति काव्य, महाकाव्य, ऐतिहासिकता परक, लौकिक प्रेम काव्यों, धार्मिक काव्यों, रूपक साहित्य, गद्य साहित्य आदि साहित्य के नाना विधाओं का प्रणयन हुआ है. വീരഗാഥ കാലിൽ എന്തൊക്കെ കാവ്യങ്ങളുണ്ട്? ഖണ്ഡകാവ്യങ്ങളുണ്ട്, ഗീതി കാവ്യങ്ങളുണ്ട്. ഗീതി കാവ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വായ കൊണ്ട് പാടാൻ കഴിയുന്ന കാവ്യങ്ങൾ. അടുത്ത മഹാകാവ്യങ്ങളുണ്ട്, ഐതിഹാസികതാപര ലൗകിക പ്രേമ കാവ്യങ്ങളുണ്ട്, ധാർമ്മികമായ മതപരമായ കാവ്യങ്ങളുണ്ട്, രൂപക എന്ന് പറഞ്ഞാൽ നാടകത്തിന്റെ ഒരു ഭാഗമാണ് രൂപക. അങ്ങനത്തെ രൂപക സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന അഭിനയിക്കാൻ പറ്റുന്ന രൂപക സാഹിത്യങ്ങളുണ്ട്. ഗദ്യ സാഹിത്യത്തിന്റെ ഒരു ആദ്യ രൂപം, അല്ലാണ്ട് ഗദ്യ സാഹിത്യം ആ കാലത്തില്ല, ചെറിയ ചെറിയ രൂപങ്ങളും ആ കാലത്ത് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി മൊത്തത്തിൽ ഈ പാഠത്തിന്റെ ഒരു അവലോകനം നമുക്ക് നോക്കാം. हिंदी साहित्य के आदिकाल के विकास में जैन नाथ और सिद्ध कवियों का योगदान है. ഹിന്ദി സാഹിത്യത്തിന്റെ ആദ്യകാലത്തിൽ ജൈന നാഥ സിദ്ധന്മാരുടെ സാഹിത്യ രചനകളുടെ ഒരു യോഗദാനം നമുക്ക് ഉണ്ട്. പക്ഷെ നമ്മളത് പഠിക്കുന്നില്ല. ഇമ്പോർട്ടൻസ് കൊടുത്ത് ആദ്യകാലത്തിൽ ഉൾപ്പെടുത്തി പഠിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവരും ആ കാലഘട്ടത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത്.
अपभ्रंश से हिंदी का विकास होने के कारण जैन साहित्य का हिंदी पर पर्याप्त प्रभाव पड़ा. अपभ्रंशिൽ നിന്നും ഹിന്ദി ഉണ്ടായതുകൊണ്ട് ജൈന സാഹിത്യത്തിന് ഹിന്ദിയുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ട്. सामान्य जनता का मन भगवत भक्ति की स्वाभाविक हृदय पद्धति से हटकर अनेक प्रकार के मंत्र तंत्र और उपचारों से उलझ गया था. സാമാന്യ ജനങ്ങളുടെ മനസ്സ് ഭഗവാനോടുള്ള ഭക്തി അവരുടെ സ്വാഭാവികമായ ഹൃദയത്തിലൂടെ അവരുടെ സ്വാഭാവികമായ ഹൃദയത്തിലുള്ള തന്ത്രമന്ത്രങ്ങളിലൂടെ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഈ സിദ്ധനാഥ ജൈന പ്രവർത്തികളിലൂടെ ചെയ്യുന്നത്. ജനതാക്ക വിശ്വാസ സിദ്ധിയോം പർ ജംനെ ലഗായെ. ജനങ്ങളുടെ വിശ്വാസം മുഴുവൻ സിദ്ധന്മാരിലും സിദ്ധികളിലുമാണ് ഉണ്ടായിരുന്ന ആ കാലഘട്ടം. അവരെയാണ് അവർ കൂടുതൽ വിശ്വസിച്ചിരുന്നത്. ഇങ്ങനെയുള്ള അവരുടെ സാഹിത്യമാണ് ഈ ജൈന സാഹിത്യം, നാദസാഹിത്യം, സിദ്ധ സാഹിത്യം എന്നൊക്കെ. ഇതും ആദ്യകാലത്തിൻ്റെ ഒരു നമുക്ക് ഹിന്ദി സാഹിത്യത്തിൻ്റെ തുടക്കത്തിലുള്ള രചനകളിൽ നിന്ന് നമുക്ക് ഇതിനെയും പറയാം. ഇത്രയും കാര്യങ്ങളാണ്. വളരെ ചെറിയൊരു പോർഷനാണ് ഇതിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് പക്ഷേ ക്വസ്റ്റ്യൻ വരും, ജൈന സിദ്ധനാഥ സാഹിത്യത്തെ അതിൻ്റെ വിശേഷതകളും അതിലെ പ്രധാനപ്പെട്ടവർ ആരൊക്കെയാണെന്നും അവരുടെ രചനകൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ചില 15 മാർക്കിൻ്റെ എസ്സേ വരെ വേണമെങ്കിലും വരാം. അപ്പം നമ്മളത് നല്ല ഭംഗിയിൽ എഴുതാൻ നമുക്ക് എല്ലാ പാഠത്തിലും കുറേശ്ശെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ പോയിന്റ്സ് എടുത്തിട്ട് വേണം നമ്മളിതിനെക്കുറിച്ച് എഴുതാൻ. ഇതിൽ പ്രധാനപ്പെട്ട അസൈൻമെന്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ വീരഗാഥാകാലത്തെ പ്രമുഖ കവിയോ എനിക്ക് യോഗ്യത. ഇതിൽ അങ്ങനെ ചോദിച്ചിട്ടില്ല. വീരഗാഥാകാലത്തെ പ്രമുഖ കവികളും അവരുടെ രചനകളാണ് പറയാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, ആദ്യകാലത്ത് ക്യോം വീരഗാഥാകാൽ നിയം ദിയ. ആദ്യകാലത്തിന് എന്തുകൊണ്ടാണ് വീരഗാഥാകാൽ എന്ന പേര് കൊടുത്ത് നമ്മൾ ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തത്. വീരഗാഥാകാൽ മാനേക്യ. വീരഗാഥാകാൽ എന്ന് പറഞ്ഞാൽ ആദ്യകാലം അതെന്താണെന്ന് വെച്ചാൽ മാർക്കിനനുസരിച്ച് നമ്മൾ എഴുതാം. വീരഗാഥാകാലത്തെ വിശേഷതായം ഏവൻ ക്യാ ക്യാ ഹെ. വീരഗാഥാകാലത്തിന്റെ വിശേഷതകൾ എന്തൊക്കെയാണെന്ന് എഴുതുക. വീരഗാഥാകാലത്തെ പ്രമുഖ കവിയോ കാ നാം ലിഖ്. വീരഗാഥാകാലത്തിന്റെ പ്രമുഖ കവികളുടെ പേരുകൾ എഴുതുക. ഇത്രയൊക്കെയാണ്. ഇതിൽ സിദ്ധനാഥ ജൈനൊന്നും ചോദിച്ചിട്ടില്ല, പക്ഷെ അങ്ങനെയും എസ്സേ വരും. അത് നമ്മൾ അങ്ങനെയും എസ്സേക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. സിദ്ധനാഥ ജൈന സാഹിത്യത്തിന്റെ വിശേഷതകൾ നമ്മളോട് എഴുതാൻ പറയും. കാരണം ഈ ടോപ്പിക് മൊത്തം അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നന്നായി പാഠരസം നന്നായി വായിക്കുക, നന്നായി മനസ്സിലാക്കി വായിക്കുക, എന്നിട്ട് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.